ആദ്യത്തെ പ്രിവ്യൂ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പ്രിവ്യൂ എന്താണ്, എന്തിന് 48 ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ 48 ഫ്രെയിം ഓഡിയൻസിന് ചിലപ്പോൾ അറിയുന്നില്ല, സ്ലോ മോഷനിൽ നടന്നു വരുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ അത് ക്യാമറയുടെ ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഒക്കെ സോങ്ങിൻ്റെ ഷൂട്ടിൽ ഞാനിങ്ങനെ എനിക്കും ഒരു റൗണ്ടിൽ ഇങ്ങനെ കൈയൊക്കെ വീശിങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ കലാമാസ്റ്റർ പറഞ്ഞു 48 ഫ്രെയിംസ്. ഞാൻ പറഞ്ഞു എന്ത് ഫ്രെയിമാണെങ്കിൽ ഞാൻ നടന്നു വരും, എനിക്കറിയാൻ പാടില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. കലാമാസ്റ്റർ ഇങ്ങനെയൊക്കെ ഒരു നായകനൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. കാരണം നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. കവിത തിയേറ്ററിലായിരുന്നു സിനിമ കാണാൻ വേണ്ടി പോകാൻ. ടെൻഷനായിരുന്നു, ഭയങ്കര ടെൻഷൻ. ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചെടുക്കുക. അപ്പോൾ തന്നെ നൂൺ ഷോ കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ എനിക്ക് അവിടെ നിന്നൊക്കെ ഫോൺ വരുന്നുണ്ട്, ഗംഭീരമായിട്ടുണ്ട് ജസൂറ നിങ്ങളെ കൊള്ളാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് ടെൻഷനുണ്ട്. പ്രിവ്യൂ ഷോ കഴിഞ്ഞിട്ട് എന്നെ സരിത ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. വിനയൻ സാർ എടുത്തിട്ട് നന്നായിട്ടുണ്ട് മോനെ, നന്നായിട്ട് നീ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമ തിയേറ്ററിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്, മച്ചമ്പി നീ തകർത്തടാ മറ്റേതാണ് മറിച്ചതെന്നൊക്കെ പറഞ്ഞു. എന്നാലും എനിക്ക് അത്ര വിശ്വാസമില്ല, പക്ഷെ നന്നായിട്ട് ചെയ്തു എന്നൊക്കെ പറയണം. സെക്കൻഡ് ഷോയ്ക്ക് ഞാൻ എൻ്റെ ഫുൾ ഫാമിലി ആയിട്ട് പോകുന്നു. അന്ന് എൻ്റെ കാമുകി ഉണ്ടായിരുന്നു, അവളിന്നിപ്പോൾ എൻ്റെ ഭാര്യയാണ് സരിത. അപ്പോൾ ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ ഇന്ന് പോയി സിനിമ കാണുന്നു. എൻ്റെ വൈഫ് സിനിമ കണ്ടിട്ട് ഹാറ്റ്സ് ഓഫ് എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലായിരുന്നു. ഞാൻ താങ്ക് യു പറഞ്ഞിട്ട് വിട്ട്. പക്ഷേ എന്നെ വളരെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോട്ട് കാണുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് പ്രാന്തായിട്ടാണ് ഇരുന്നിരുന്നത്. ദൈവമേ ഇപ്പം ഞാൻ വരും അടുത്ത ഷോട്ടിൽ. അപ്പോൾ അങ്ങനെ വരുന്നു, വന്നിറങ്ങുന്നു. ഇറങ്ങിയപ്പോഴത്തേക്ക് ആരൊക്കെയോ ക്ലാപ്പ് ചെയ്തു. കാരണം ഈ ലോക്കൽ ചാനലിൽ നിന്ന് പോയ ചെറുക്കൻ നായകനായി എന്നുള്ളതിൻ്റെ ഒരു സിമ്പതി കയ്യടിയായിരുന്നു എന്ന് തോന്നണു അത്. പക്ഷെ എന്താണെങ്കിലും അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. തൽക്കാലത്തേക്ക് എൻ്റെ ചെറിയ ആദ്യ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരെയും സംബന്ധിച്ചും ഓരോ ദിവസവും ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ ഒരുപാട് ആദ്യത്തെ വിശേഷങ്ങൾ ഒരുപാട് അവർക്കുണ്ടാകും. ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ സിനിമയുടെ ആദ്യ വിശേഷം എന്ന് പറയുന്നത് കോക്ടെയിൽ എന്ന് പറയുന്ന സിനിമയൊക്കെ റിലീസായപ്പോൾ ചന്ദ്രേട്ടൻ TV ചന്ദ്രൻ സാറ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നെ സംബന്ധിച്ച് ആദ്യ ഒരു സംഭവമാണ്. കാരണം ചന്ദ്രേട്ടൻ ഇതിനു മുമ്പ് ഒരു സിനിമ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടില്ല, അദ്ദേഹം എൻ്റെ സിനിമയും കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും എന്നെ സംബന്ധിച്ച് ആദ്യത്തെ അനുഭവമാണ്. കാരണം ചന്ദ്രേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ശങ്കരനും മോഹനനും എന്ന് പറയുന്ന ചിത്രത്തിൽ ഡബിൾ റോള് ആദ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നു. അതും ആദ്യ അനുഭവമാണ്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ആദ്യ അനുഭവങ്ങൾ മറക്കാത്ത അനുഭവങ്ങളാവണമെങ്കിൽ അത് അല്പം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ല മധുരമുള്ള ഓർമ്മകൾ തന്നെയാവണം. അപ്പോൾ ഈ കാണുന്ന പ്രേക്ഷകർക്കും എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ല ഓർമ്മകൾ ഇനിയുള്ള കാലയളവിൽ ഉണ്ടാവട്ടെ. അതിനുള്ള അവസരം നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇനിയും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ല ഓർമ്മകളുമായി ഇനിയും കാണാം.